കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ നെടുംതൂണാണ് സി പി എം. സി പി എമ്മിൻ്റെ ആശയപരമായും നയപരമായും സി പി എം എടുക്കുന്ന തീരുമാനങ്ങൾ കേരളീയ സമൂഹത്തിൽ വളരെ ലാർജറായിട്ടുള്ള ഇമ്പാക്റ്റുകൾ ഉണ്ടാക്കും. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സി പി എമ്മിൻ്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള ഒരു വിലയിരുത്തൽ അത് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ ദൂരവ്യാപകമായ ഫലങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമാണ് അത് വരുന്നത്. അതായത് കേരളത്തിലെ UDF, കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള മുന്നണിയായ ഐക്യജനാധിപത്യ മുന്നണി മുസ്ലിം തീവ്രവാദ സംഘടനകളുടെ പിന്തുണയോടുകൂടിയാണ് വോട്ടുകൾ നേടുന്നതെന്നുള്ളതാണ് അവർ പ്രധാനമായിട്ടും പറയുന്നത്. പ്രത്യേകിച്ച് ജമാഅത്തെ ഇസ്ലാമി, SDP എന്നീ സംഘടനകളെ പേരെടുത്താണ് പറയുന്നത്. ഇത് ഏതാണ്ട് ഇതേ ആരോപണമാണ് സംഘപരിവാർ അല്ലെങ്കിൽ ഹിന്ദുത്വ ശക്തികൾ കേരളത്തിലെ രണ്ട് മുന്നണികൾക്കെതിരെ ഉപയോഗിക്കുന്നുണ്ട്. അവർ UDFനെതിരെ മാത്രമല്ല LDFനെതിരെ. ഈ രണ്ട് മുന്നണികളും ജിഹാദികളുടെ വോട്ടുകളും അല്ലെങ്കിൽ സമ്പത്തും അങ്ങനെ പലതരത്തിലുള്ള തരാതരം പോലെ ചെയ്യുന്നു എന്നുള്ളതാണ്. ഇപ്പം ഈ ഒരു നെറേറ്റീവ് CPM ഏറ്റുപിടിക്കുന്നതിൻ്റെ പശ്ചാത്തലം എന്താണ്? എങ്ങനെയാണ് ഈ ഒരു നെറേറ്റീവ് CPMൻ്റെ ഒരു ഐഡിയോളജിക്കലായിട്ടുള്ള ഒരു ഇൻസ്ട്രുമെൻ്റായി മാറുന്നത് എന്നുള്ളതാണ്. അതാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. എൻ്റെ കൂടെ KJ ജേക്കബാണുള്ളത്. KJ ജേക്കബിനെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. എങ്ങനെയാണ് ജേക്കബ് ഇതിനെ കാണുന്നത്? ഇത് പറഞ്ഞപ്പോഴാണ്, അതായത് കമ്മി ജിഹാദി, കേരളം എന്നുള്ളത് കമ്മി ജിഹാദികളുടെ നാടാണ് എന്നുള്ളതാണ് സംഘപരിവാർ ഇന്ത്യ മുഴുവൻ കൊണ്ടുനടന്ന് വിൽക്കുന്ന ഏറ്റവും വലിയ വാദങ്ങളിലൊന്ന്. നിർഭാഗ്യവശാൽ എന്ന് തന്നെ പറയേണ്ടി വരും, CPM ഇപ്പോൾ എടുക്കുന്ന നിലപാട് ഏകദേശം ആ നിലപാടിന് യോജിച്ച വിധത്തിലാണ്. അതായത് കേരളം കമ്മികൾ ഇങ്ങോട്ട് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കി ജിഹാദികളുടെ ഞങ്ങൾ ഒഴികെ ബാക്കിയുള്ളവരെല്ലാം ജിഹാദികളാണ് എന്നുള്ള മട്ടിലേക്ക് കേരളത്തിലെ CPMൻ്റെ വാദം പോകുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കാണുന്നത്. നമ്മളിതിൻ്റെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം സേതു പറഞ്ഞ പോലെ അതിൻ്റെ ഏർലി സിഗ്നൽസ് കണ്ടു തുടങ്ങിയിരുന്നു. അതിനുശേഷം ദേശാഭിമാനി പത്രത്തിൽ ദിനേശൻ പുത്തലത്ത് എഴുതിയ ലേഖനത്തിൽ, CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ദിനേശൻ പുത്തലത്ത് എഴുതിയ ലേഖനത്തിലാണ് ഈ മതരാഷ്ട്രവാദികൾക്ക് UDF കീഴടങ്ങുന്നു, മതരാഷ്ട്രവാദികൾ UDFൻ്റെ രാഷ്ട്രീയത്തെ വിഴുങ്ങാൻ വേണ്ടി തുടങ്ങുന്നു, അതിനെതിരെ കോൺഗ്രസും UDFും അത് ചെയ്യുന്നത് ശരിയല്ല, അതിനെതിരെ മുൻകരുതലെടുക്കണം, അവർ ആ പൊളിറ്റിക്സിലേക്ക് വീഴുന്നത് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യത്തെ വരുന്നു. അതിനുശേഷം ശൈലജ ടീച്ചറുടെ റെഫറൻസ് അസംബ്ലിയിൽ വരുന്നു, മതരാഷ്ട്രവാദികൾ എന്നൊരു ടേം വീണ്ടും വരുന്നു. അപ്പോൾ ഞാനിതിനെ കാണുന്നത് CPM അത്രത്തോളം ശരിയാണ്. അതായത് ഇപ്പം ജമാഅത്തെ ഇസ്ലാമി SDP-യെയും ഒരു 10 വർഷമോ 20 വർഷമോ മുമ്പ് കേരളത്തിലെ പൊളിറ്റിക്സിൽ വഹിച്ചിരിക്കുന്ന റോളല്ല ഇപ്പോഴുള്ളത്. അന്നൊക്കെ അവർ നേരിട്ട് രാഷ്ട്രീയത്തിൽ ഇടപെടാനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു. അവർ ഇടതുമുന്നണിക്ക് പിന്തുണ കൊടുത്തിട്ടുണ്ട്, അവർ UDFന് പിന്തുണ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ആ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യങ്ങളെ മുതലെടുക്കാനും ഒക്കെ ജമാഅത്തെ ഇസ്ലാമി ശ്രമം നടത്തിയിട്ടുണ്ട്. SDP-യുടെ പല രൂപത്തിലുള്ള ആളുകളും ശ്രമം നടത്തിയിട്ടുണ്ട്. അന്ന് നമ്മുടെ സമൂഹത്തിലുണ്ടായിരുന്ന ഇമ്പാക്റ്റ് അല്ല ഇപ്പോൾ നമ്മുടെ സമൂഹത്തിനുള്ളത്. RSS BJPക്ക് 5% വോട്ടുള്ളപ്പോൾ അവർക്ക് നമ്മുടെ സമൂഹത്തിൽ ഉള്ള സ്വാധീനം വളരെ പരിമിതമായി, വളരെ ലിമിറ്റഡ് ആവുകയും അവരുടെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം പോലും ഏറ്റവും ചെറുതായിരിക്കുകയും ചെയ്യുന്ന ഒരു സന്ദർഭത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ നിലപാടുകൾക്ക് പ്രത്യേകിച്ച് പ്രസക്തിയൊന്നുമില്ല. ഇപ്പോഴതല്ല. അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ ഏതെങ്കിലും നിലപാട് കൊണ്ട് മുസ്ലിം സമുദായത്തിൻ്റെ ഏതെങ്കിലും നിലപാടുകളെയോ ആഭിമുഖ്യങ്ങളെയോ സ്വാധീനിക്കുക അവർക്ക് സാധ്യമല്ല. അവർ ഈ പണി തുടങ്ങിയിട്ട് കുറേ കാലമായി. അതാണ് സമസ്തയുടെ ഒരു നേതാവ് പച്ചയ്ക്ക് മീഡിയ വണ്ണിന് പ്രതിനിധിയോട് മുഖത്ത് നോക്കി പറഞ്ഞത്, നിങ്ങളെ എതിർക്കലാണ് ഞങ്ങളുടെ പണി, ഞങ്ങളുണ്ടായത് തന്നെ മതരാജ്യവാദികളെ എതിർക്കാൻ വേണ്ടിയിട്ടാണെന്ന് സമസ്തയുടെ നേതാവ് മീഡിയ വണ്ണിൻ്റെ സമസ്തയുമായി ബന്ധപ്പെട്ട ഒരു തർക്കത്തിൽ അഭിപ്രായം ചോദിക്കാൻ വേണ്ടി ചെന്ന ആളാണ്. അവരോട് സമസ്തയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളുള്ള ഒരാൾ പച്ചയ്ക്ക് പറയുകയാണ്, മുഖത്ത് നോക്കിയാണ് പറയുന്നത്, നിങ്ങളെ എതിർക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഉത്തരവാദിത്വം. എന്ന് വെച്ചാൽ മുസ്ലിം സമുദായം അതിനെ വർഗീയവൽക്കരിക്കാനുള്ള എല്ലാ ശ്രമങ്ങളെയും വളരെ വിജയകരമായിട്ട് ചെറുത്തു നിന്നിട്ടുണ്ട്. അതുകൊണ്ട് നേരത്തെ ജമാഅത്തെ ഇസ്ലാമിയുടെ നിലപാടിന് യാതൊരു തരത്തിലുള്ള പ്രസക്തി ഉണ്ടാകില്ല. ഇപ്പോഴത്തെ പ്രസക്തി അതല്ല. മുസ്ലിം സമുദായത്തിൽ ഇപ്പോഴും അവർക്ക് എന്തെങ്കിലും സ്വാധീനം ചെലുത്താൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഇത് വെച്ചുകൊണ്ട് ബാക്കിയുള്ള മറ്റു 2 സമുദായങ്ങളിൽ, ഹിന്ദു സമുദായത്തിലും ക്രിസ്ത്യാനികളുടെ ഇടയ്ക്കും, ഇവർ രണ്ടുപേരും കേരളത്തിൽ ചെറുതല്ല, 50% ഹിന്ദുക്കളും ഏകദേശം 20%-ഓളം ക്രിസ്ത്യാനികളുണ്ട് ഇവിടെ.
ഈ രണ്ട് കൂട്ടരുടെ അടുത്ത് ഇതാ നോക്കൂ, മുസ്ലിം രാഷ്ട്രവാദികളുടെ അതല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ നിലപാട് ഇതാണ്. ഇതിൻ്റെ അകത്ത് എന്നും സെക്കുലർ നിലപാട് സ്വീകരിച്ചിട്ടുള്ള സുന്നി മുഖ്യധാര സുന്നി സമുദായങ്ങൾ, അത് ഈ മുസ്ലിം സമുദായത്തിൻ്റെ 90% വരുന്ന അവരാണ്. അവർ ഈ ജമാഅത്തെ ഇസ്ലാമിയുടെയും SDP-യുടെയും മുസ്ലിങ്ങളെ വർഗീയവൽക്കരിക്കാനുള്ള എല്ലാ ശ്രമങ്ങളെയും ചെറുത്ത് നിന്നതുകൊണ്ട് ഇപ്പോഴും ആ സമുദായത്തിൻ്റെ വേലിക്ക് പുറത്താണ് ഇവരുടെ നിലപാട്. പക്ഷേ പൊതുസമൂഹത്തിന് ഈ വേർതിരിവ് അറിയണമെന്നില്ല. അവരെ സംബന്ധിച്ചിടത്തോളം ജമാഅത്തെ ഇസ്ലാമിയുടെ നിലപാടായിരിക്കും പലപ്പോഴും പ്രത്യേകിച്ച് ജമാഅത്തെ ഇസ്ലാമിയുടെ മാധ്യമ ഒരു പ്രസൻസ് ആംപ്ലിഫൈ ചെയ്യുന്നത് മുസ്ലിം നിലപാടായിട്ട് പുറത്തറിയപ്പെടുന്നത് പലപ്പോഴും ജമാഅത്തെ ഇസ്ലാമിയുടെ നിലപാടാണ്. ഇത് വെച്ചുകൊണ്ടാണ് ഇത് നോക്കൂ. ഇപ്പോൾ നോക്കൂ, പാലക്കാട് 18,000 വോട്ടിനാണ് കോൺഗ്രസ് ജയിക്കുന്നത്. അവിടെ SDP ആണ് അവിടെ ആദ്യത്തെ പ്രകടനം നടത്തുന്നത്. അവർ വളരെ പെട്ടെന്ന് അതിനെ ആംപ്ലിഫൈ ചെയ്യാനും നമ്മുടെ നാട്ടിലൊരു മീഡിയ എന്താ പറയുക ഒരു പെനിട്രേഷൻ കൊണ്ട് ഇത് വന്നു കഴിയും. ഈ ആർഗ്യുമെൻറ്റ്, അതായത് കേരളത്തിലെ മുസ്ലിം സമുദായത്തിന് മുൻപിൽ നിൽക്കാനുള്ള ജമാഅത്തെ ഇസ്ലാമിയുടെ ഇന്ന് വരെ പരാജയപ്പെട്ട ശ്രമങ്ങൾക്ക് ഒരു കൈത്താങ്ങ് കൊടുക്കുകയാണ് ഇപ്പോൾ കേരളത്തിലെ CPM-ൻ്റെ ഈ നിലപാട് കൊണ്ട് നമ്മൾ കാണുന്നത്. ഇത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഞാൻ പറയുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ആ മുന്നറിയിപ്പ് കൊടുത്തത് എത്രയും ശരിയാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഇതുപോലെ തന്നെ വെൽഫെയർ പാർട്ടി UDF-ലേക്ക് വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴും അന്ന് പിണറായി വിജയനും അതിരൂക്ഷമായ ഭാഷയിലാണ് അതിനെ എതിർത്തത്. UDF-ൽ ഏതെങ്കിലും ഒരു പാർട്ടി വരുന്നതിന് CPM-ന് സംസ്ഥാന സെക്രട്ടറിക്കോ മുഖ്യമന്ത്രിക്കോ എതിർക്കേണ്ട ആവശ്യമില്ല, അദ്ദേഹം എതിർത്തിട്ടുമില്ല. പക്ഷേ വെൽഫെയർ പാർട്ടി വരുന്നത് അതങ്ങനെയല്ല. ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ രൂപം UDF-ലേക്ക് വരിക എന്ന് പറഞ്ഞാൽ UDF എന്ന് പറയുന്ന ഒരു പ്രായണ സെക്യുലർ ആയിട്ടുള്ള പ്ലാറ്റ്ഫോം, കേരളത്തിൽ 2 പ്ലാറ്റ്ഫോമുകളും സെക്യുലർ പ്ലാറ്റ്ഫോമുകളായിരിക്കും. അതിലൊരു പ്ലാറ്റ്ഫോമിലേക്ക് ഒരു വർഗീയ കക്ഷി വരിക എന്ന് പറഞ്ഞാൽ അതൊരു വർഗീയ പ്ലാറ്റ്ഫോമായി മാറി. അത് ഉണ്ടാക്കുന്ന മറ്റു സമുദായങ്ങളിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് അത് വളരെ വലുതാണ്. അത് മനസ്സിലാക്കിക്കൊണ്ടാണ് പിണറായി വിജയൻ നേരത്തെ ആ മുന്നറിയിപ്പ് അതിരൂക്ഷമായ ഭാഷയിലാണ്. UDF-ൽ ഒരു പാർട്ടി വരുന്നത് കൊണ്ട് അധികാരം പോകുന്നത് ഭയം കൊണ്ടല്ല അദ്ദേഹം അത് പറഞ്ഞത് വളരെ ലെജിറ്റിമേറ്റായ പൊളിറ്റിക്കൽ പൊസിഷനായിരുന്നു. ആ പൊസിഷൻ അല്ല ഇപ്പം CPM എടുത്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ജേക്കബ് പറയുന്നതിനോട് ഭാഗികമായി വിയോജിക്കുകയും ചെയ്യാൻ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയെ പോലുള്ളൊരു പ്രസ്ഥാനമോ അല്ലെങ്കിൽ ഈവൻ SDP-യെ പോലുള്ളൊരു പ്രസ്ഥാനമോ എല്ലാം തന്നെ ഈ ജേക്കബ് പറഞ്ഞ ശരിയാണ്. മുസ്ലിം സമുദായത്തിൻ്റെ 95% ജനങ്ങളിലും യാതൊരു സ്വാധീനവും ഇല്ലാത്ത ഇതാണ്. അത് കേരളത്തിലായാലും ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിലായാലും ശരി. കാരണം ഞാൻ ഉത്തർപ്രദേശിൽ ജീവിച്ചുള്ളതുകൊണ്ട് എനിക്കറിയാം ജമാഅത്തെ ഇസ്ലാമിക്ക് ഒരു തരത്തിലുള്ള സ്വാധീനവും അവിടെ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ അതേപോലെയുള്ള അത് ആ ഒരു വസ്തുത നിലനിൽക്കുമ്പോൾ തന്നെ ഈ 2 പ്രസ്ഥാനങ്ങളും അല്ലെങ്കിൽ മതരാഷ്ട്രവാദത്തിൻ്റെ ഭാഗമായിട്ടുള്ള പ്രസ്ഥാനങ്ങൾ, ഇപ്പോൾ ഹിന്ദു മതരാഷ്ട്രവാദവും ഇവരും എല്ലാം തന്നെ ഏതാണ്ട് ഒരേ കാലഘട്ടത്തിലാണ് ഉണ്ടായതെന്നുള്ളതും വളരെ ഇതുമുണ്ട്. അപ്പോൾ അതിന് പല ചരിത്രങ്ങളും അതിൻ്റെ ഭാഗമായിട്ടുണ്ടാകും. അപ്പോൾ ഈ ഒരു സാധനത്തിന് നമുക്ക് എന്താ പറയുന്നത് ഔട്ട്റൈറ്റ് ആയിട്ട് പ്രത്യേകിച്ച് ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യത്തിൽ ജമാഅത്തെ ഇസ്ലാമിയെ പോലുള്ളൊരു സാധനവും അല്ലെങ്കിൽ അത് ആണ് പ്രധാന ഒരു അപകടം എന്നുള്ള നിലയിൽ കേരളത്തിലൊരു നെറേറ്റീവ് ഉണ്ടാക്കുന്നത്. അത് എത്രത്തോളം വസ്തുതാപരമാണെന്നുള്ളത് വലിയൊരു വിഷയമാണ്. അതിലും എൻ്റെ നമ്മൾ തമ്മിൽ ഡിസഗ്രി ചെയ്യുന്ന കാര്യങ്ങൾ അത് ജമാഅത്തെ ഇസ്ലാമി അപകടമാണെന്നുള്ള കാര്യത്തിൽ എനിക്ക് തർക്കമില്ല. എൻ്റെ പ്രശ്നം ജമാഅത്തെ ഇസ്ലാമിയുടെ സ്വാധീനത്തെ കാണിക്കുന്നു, സ്വാധീനത്തെ കൂട്ടിക്കാണിക്കുക എത്രത്തോളം ശരിയാണെന്നുള്ളതാണ് എൻ്റെ പ്രശ്നം. ജമാഅത്തെ ഇസ്ലാമി അപകടകരമായ ഒരു സംവിധാനമാണ്. അതിൻ്റെ പ്രശ്നം ജമാഅത്തെ ഇസ്ലാമിക്ക് മുസ്ലിം ജനസാമാന്യത്തിന് പുറത്ത് എന്തെങ്കിലും ഇൻഫ്ലുവൻസ് ഉണ്ടാകുന്നത് കൊണ്ടല്ല. അവരുടെ നിലപാടുകൾ മുസ്ലിം നിലപാടുകളായി തെറ്റിദ്ധരിക്കപ്പെടുകയും മറ്റു സമുദായങ്ങൾക്കിടയിൽ അത് വൻതോതിൽ വിൽക്കപ്പെടുകയും ചെയ്യും. അവിടെയാണ് അതിൻ്റെ പ്രശ്നം. അത് കേരളത്തിൽ നോക്കൂ, കേരളത്തിലെ ക്രിസ്ത്യൻ സമുദായത്തിൻ്റെ ഇടയ്ക്ക് വളർന്നു വരുന്ന ഇസ്ലാമോഫോബിയ അത് എവിടെ നിന്നാണ് വരുന്നത്? അത് ഈ കാലം മുഴുവൻ എത്രയോ 10-14 നൂറ്റാണ്ടുകളായിട്ട് കേരളത്തിൽ ജീവിച്ചുകൊണ്ടിരുന്ന സാധാരണ മുസ്ലിമിൻ്റെ ഏതൊരു നിലപാട് കൊണ്ടല്ല. ഈ എക്സ്ട്രീം ISIS തുടങ്ങി എല്ലാ മതരാജ്യവാദ ഈ ഇസ്ലാമിസ്റ്റ് പാർട്ടികളുടെ, അതായത് പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ പല രൂപങ്ങളെക്കുറിച്ചുള്ള പേടിപ്പെടുത്തുന്ന റിപ്പോർട്ടുകൾ വാട്സാപ്പ് വിറ്റിട്ടാണ് കേരളത്തിലെ ക്രിസ്ത്യാനികൾക്കിടയ്ക്ക് ഇത്രയധികം വലിയ വർഗീയത ഉണ്ടാക്കുന്നത്. അവരുടെ ഇൻഫ്ലുവൻസിനെ ചുരുക്കി നിർത്താൻ വേണ്ടിയിട്ട് കേരളത്തിലെ മുസ്ലിം ജനസാമാന്യം നടന്ന വലിയ ഫൈറ്റിനെ ട്രാഷ് ചെയ്യുകയാണ് CPM-ൻ്റെ നിലപാട് ഇപ്പോൾ ചെയ്യുന്നത്. അതായത് 18,000 വോട്ട് കിട്ടി ജയിക്കുന്ന പാലക്കാട് കോൺഗ്രസ് സ്ഥാനാർത്ഥിന് മുൻപിൽ ഒരു SDP-കാരൻ നടന്നാൽ SDP-കാരൻ്റെ അക്കൗണ്ടിലാണ് കോൺഗ്രസ് ആരും ജയിക്കുന്നത് എന്ന് പറയുന്ന അസംബന്ധമായ രാഷ്ട്രീയ സമവാക്യം എവിടെ നിന്ന് വന്നത് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല.
പാലക്കാട് എന്ന് പറയുന്നത് UDF ജയിക്കുന്ന മണ്ഡലമാണ്. ആ മണ്ഡലത്തിൽ ഒരു പ്രാവശ്യം കൂടി ഒരു CPM സ്ഥാനാർത്ഥി തോറ്റു എന്നുള്ളതിന് എന്തിനാണ് ഈ വ്യാഖ്യാനം കൊടുക്കുന്നത്? അതിൻ്റെ മുമ്പിൽ ആദ്യം പ്രകടനം നടത്തിയത് SDP-കാരനാണെന്ന് പറഞ്ഞിട്ട് പാലക്കാടുമായി ബന്ധപ്പെട്ട ഏത് ചർച്ച വന്നു കഴിഞ്ഞാൽ ഉടനെ SDP ജമാഅത്തെ ഇസ്ലാമി ബന്ധമെടുത്ത് വെക്കും. പാലക്കാട് മാത്രമല്ല, ഇപ്പൊ വയനാട്ടിൽ രാഹുൽ ഗാന്ധി പാലക്കാടേക്കാളും അസംബന്ധം നിറഞ്ഞ ഒരു വ്യാഖ്യാനമാണ് ഇപ്പോൾ വയനാട് കൊടുത്തിരിക്കുന്നത്. ഇതിന് ഒന്ന് അവിടെ വലിയ ഭൂരിപക്ഷം രാഹുൽ ഗാന്ധിക്ക് കിട്ടിയതിനേക്കാൾ കൂടുതൽ ഭൂരിപക്ഷമാണ് ഇപ്പം ശ്രീമതി പ്രിയങ്ക ഗാന്ധിക്ക് കിട്ടിയിരിക്കുന്നത്. ആ വോട്ടിനെ വയനാട്ടിലെ മനുഷ്യരുടെ വോട്ട് എന്ന് കണക്കാക്കാതെ അത് മുഴുവൻ മുസ്ലിം വർഗീയവാദികളുടെ വോട്ടാണ് എന്ന് പറയുന്നത് എന്ത് തരത്തിലുള്ള രാഷ്ട്രീയമാണ്? അതിൻ്റെ അകത്ത് വേറൊരു അപകടം കൂടി ഞാൻ പറയാൻ സാധിക്കും. എൻ്റെ പത്രത്തിൽ എഡിറ്റോറിയൽ എഴുതുന്ന ആളാണ് ഞാൻ. എഡിറ്റോറിയൽ എഴുതുന്ന 3-4 പേരിൽ ഒരാളാണ് ഞാൻ. നമ്മുടെ പ്രധാനമന്ത്രിയുടെ വർഗീയപരമായിട്ടുള്ള കമ്മ്യൂണൽ റെഫറൻസസ് എടുക്കുമ്പോൾ അദ്ദേഹം വളരെ സൂക്ഷിച്ച് സംസാരിക്കുന്ന ആളാണ്. നമുക്ക് പ്ലെയിനായിട്ട് പച്ചവർഗീയത പറയുന്ന ഈ തെരഞ്ഞെടുപ്പിലുണ്ട്. പക്ഷെ അത് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൂടെ ഇതിനു മുമ്പൊക്കെ അദ്ദേഹം സൂക്ഷിച്ച് മാത്രമാണ് സംസാരിക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ പച്ചവർഗീയത പറയുന്നതായിട്ട് ഞാൻ ഒരു എഡിറ്റോറിയൽ എഴുത്തുകാരൻ പല പ്രാവശ്യം കോട്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യം, രാഹുൽ ഗാന്ധി വയനാട് മത്സരിക്കാൻ വേണ്ടി വന്നപ്പോൾ ഭൂരിപക്ഷം ന്യൂനപക്ഷമായ സ്ഥലത്തേക്ക് പ്രതിപക്ഷ നേതാക്കന്മാർ ഒളിച്ചോടിപ്പോയി എന്നുള്ളത്. എന്ന് വെച്ചാൽ വയനാട്ടിലെ മനുഷ്യരെ ഭൂരിപക്ഷവും ന്യൂനപക്ഷവും എന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി വേർതിരിക്കുകയാണ്. അത് വർഗീയ തരത്തിലുള്ള വർത്തമാനമാണ്. അത് ഞാനത് കോട്ട് ചെയ്തിട്ടുള്ള ഒരാളാണ്. ആ വർത്തമാനത്തിൻ്റെ വേറൊരു വേർഷനാണ് ഇപ്പോൾ CPM-ൻ്റെ പോളിറ്റ് ബ്യൂറോ മെമ്പർ പറയുന്നത്. വയനാട്ടിലെ മനുഷ്യരെ അവരുടെ അവിടെ SDP-കാരനുണ്ടാവും, അവിടെ ജമാഅത്തെ ഇസ്ലാമിക്കാരുണ്ടാവും, അവരുടെ രാഷ്ട്രീയത്തെ നമുക്ക് എതിർക്കാം. പക്ഷേ ആ വയനാട്ടിൽ കിട്ടിയ ബഹുഭൂരിപക്ഷം വോട്ടുകൾ, ലക്ഷക്കണക്കിന് വോട്ടുകൾ, അതിലെന്താണ് ജമാഅത്തെ ഇസ്ലാമിക്ക് SDP-ക്ക് ഇല്ലാത്ത പ്രാധാന്യം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്? ഈ RSSൻ്റെ ഈ നരേറ്റീവിനെ നിങ്ങൾ ജസ്റ്റിഫൈ ചെയ്യല്ലേ ചെയ്യുന്നത്? അവിടെയുള്ള മനുഷ്യർ വർഗീയവാദികളാണെന്ന് നിങ്ങൾ അംഗീകരിക്കുകയല്ലേ ചെയ്യുന്നത്? നിങ്ങൾ എന്നുള്ള RSSൻ്റെ വാദം നിങ്ങൾ അംഗീകരിക്കുകയല്ലേ ചെയ്യുന്നത്? എന്ത് അപകടകരമായ വാദമാണ് CPM-ൻ്റെ പോളിറ്റ് ബ്യൂറോ മെമ്പർ ഉന്നയിക്കുന്നത്? ഇത് ഞാൻ പറയുന്നത് ഇത് യാദർച്ഛ്യമാണെന്ന് എനിക്ക് തോന്നണില്ല. ഞാൻ അവിടെയും ജേക്കബിനോട് ഞാൻ വിയോജിക്കും. കാരണം ഞാൻ പറയുന്ന CPM ഹിസ്റ്റോറിക്കലി ഈ ഒരു ഹിന്ദുത്വ പാർട്ടി എന്നല്ല ഞാൻ പറയണത്. അതിൻ്റെ ഒരു പൊളിറ്റിക്കൽ അനാലിസിസിന് പകരം പലപ്പോഴും സെഫോളജിക്കലായിട്ടുള്ള ഒരു അനാലിസിസ് നടത്തിയിട്ട് ഇത്തരത്തിലുള്ള രാഷ്ട്രീയ നിലപാടുകളിലെത്തുന്നുണ്ട്. ഞാൻ 84 മുതലുള്ള ഒരു ചരിത്രം എടുത്തു കഴിഞ്ഞാൽ ഇത് പറയാനുണ്ട്. കാരണം അത് വളരെ ബ്ലണ്ടായിട്ട് ഇപ്പോൾ ചിലർ പറയുന്നത് കേരളത്തിലെ 2 ഹിന്ദു പാർട്ടികൾക്ക് പോസിബിലിറ്റി ഇല്ല. ഒരു ഹിന്ദു പാർട്ടി CPM ആണ്, ഒരു ഹിന്ദു പാർട്ടി BJP ആണ്. കോൺഗ്രസ് പിന്നെ ന്യൂനപക്ഷത്തിൻ്റെ ഒരു ക്യാപ്റ്റീവ് പാർട്ടി എന്നുള്ള നിലയിലാണ് ഈ വ്യാഖ്യാനം വരുന്നത്. അപ്പോൾ അന്ന് 84-ൽ പ്രത്യേകിച്ച് മറ്റേ ഹിന്ദു വേദിയുടെ ഒരാൾ തിരുവനന്തപുരത്ത് പാർലമെൻറ്റിൽ മത്സരിക്കുമ്പോഴത്തേക്ക് അയാൾക്ക് 1 ലക്ഷത്തിലധികം വോട്ട് കിട്ടുന്നു എന്ന് പറയുന്നത് അവിടെ നിന്നിട്ട് കേരളവർമ്മ രാജ ഇതൊരു വലിയ ഡിബേറ്റ് വിത്തിൻ ദ CPM അല്ലെങ്കിൽ ലെഫ്റ്റ് സർക്കിളിലുണ്ടായിരുന്നു. അപ്പോൾ അന്ന് വന്ന ഒരു പ്രധാന ആർഗ്യുമെൻറ്റ്, അവർ വെച്ചൊരു ആർഗ്യുമെൻ്റ് എന്ന് പറഞ്ഞാൽ കേരളത്തിലെ സെക്കുലർ വോട്ടെന്ന് പറയുന്നത് ഹിന്ദു വോട്ടും മറ്റ് വോട്ടെന്ന് പറയുന്നത് മുസ്ലിം ന്യൂനപക്ഷത്തിൻ്റെയും ക്രിസ്ത്യൻ ന്യൂനപക്ഷത്തിൻ്റെയും വോട്ടുകൾ കമ്മ്യൂണിറ്റി വോട്ട് എന്നായിരുന്നു ഒരു ഇത് ചെയ്തത്. കമ്മ്യൂണൽ വോട്ടെന്ന് അവർ പറഞ്ഞിട്ടില്ല, കമ്മ്യൂണിറ്റി ബേസ്ഡ്. അതിൻ്റെ ബഹുഭൂരിപക്ഷവും കമ്മ്യൂണിറ്റി എന്നുള്ള നിലയിൽ. അതുകൊണ്ടാണ് കേരള കോൺഗ്രസും എന്നുള്ള നിലയിലേക്ക് പോയത്. അത് ഏതാണ്ട് സമാനമായിട്ടുള്ള അഭിപ്രായം EMS നമ്പൂതിരിപ്പാട് തന്നെ പറഞ്ഞിട്ടുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ബംഗാളുമായിട്ട് താരതമ്യം ചെയ്യുമ്പം കേരളത്തിലുള്ള ഒരു വലിയ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 റിലീജിയസ് ന്യൂനപക്ഷങ്ങളായ സമുദായങ്ങളുണ്ട്. ഈ 2 സമുദായങ്ങൾക്ക് ഞങ്ങൾക്ക് വേണ്ട നിലയിലുള്ള സ്വാധീനം ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് ഒരു ഇടത് മുന്നണി, വെസ്റ്റ് ബംഗാളിൽ ലെഫ്റ്റ് ഫ്രണ്ട് ആയിരുന്നു, കേരളത്തിൽ ഇടത് ജനാധിപത്യ മുന്നണി എന്ന് പറയുന്നത് വേണ്ട ആവശ്യകതയെക്കുറിച്ചിട്ടൊക്കെ അദ്ദേഹം പറഞ്ഞിരുന്നു. പക്ഷേ ഇതിൻ്റെ ഒരു അണ്ടർലൈങ് ഞാൻ പറഞ്ഞത് പലപ്പോഴും CPM-ൻ്റെ പല ബുദ്ധിജീവികളും അന്നത്തെ കാലത്തെ പലരുടെയും ഇതിൽ ഈ ഒരു സെഫോളജിക്കൽ അനാലിസിസിൻ്റെ മോഡൽ, അതായത് ഹിന്ദുത്വം വരുന്നതിൻ്റെ രാഷ്ട്രീയ പശ്ചാത്തലവും ചരിത്രപരമായ പശ്ചാത്തലവും അല്ലെങ്കിൽ ഈ പറയുന്ന വർഗീയവാദങ്ങൾ വരുന്നതിനെ മനസ്സിലാക്കാതെ ഇതൊരു സെഫോളജിക്കൽ ലെവലിലുള്ളൊരു കണക്കുകൂട്ടലായിട്ട് പലപ്പോഴും വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. അതിൻ്റെ ഒരു തുടർച്ചയാണ് വിജയരാഘവൻ എന്ന് പറയുന്നത്. പെട്ടെന്ന് പൊട്ടിമുളച്ചതല്ല, ഇതിനകത്ത് അണ്ടർലൈയിങ് ആയിട്ട് കുറേ കാലമായിട്ട് കിടക്കുന്ന ഒരു സാധനമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കതിനോട് വിയോജിപ്പാണ്. കാരണം അത് ഒരു 2 ഹിന്ദു പാർട്ടികൾ എന്നൊക്കെ പറയുന്നത് കേരളത്തിലെ ബാക്കിയുള്ളതും കമ്മ്യൂണിറ്റി വോട്ട് എന്നൊക്കെ പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വയനാട്ടിൽ കിട്ടിയ വോട്ടെല്ലാം SDP ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ടാണെന്നുള്ള മട്ടിൽ തന്നെയാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം 87-ന് ശേഷം
ഒരു പ്രകടമായി കമ്മ്യൂണിറ്റി ഓർഗനൈസേഷനായിട്ടുള്ള ഒരു പാർട്ടിയും ഇടതുമുന്നണി ഉണ്ടായിട്ടില്ല. പിന്നെ വന്നത് INL ആണ്. ആ INL പോലും അവർ ആ മുസ്ലിം എന്നുള്ള പേര് മാറ്റിയേ പറ്റൂ എന്ന് CPM നിർബന്ധം പിടിച്ചിരുന്നു എന്നാണ് നമ്മൾ കേട്ടിരിക്കുന്നത്. ഇപ്പോഴും ഇടതുമുന്നണിയിൽ ഒരു പ്രകടമായി ഒരു കമ്മ്യൂണൽ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു പാർട്ടി, അത് അപ്പോൾ എന്ന് പറയുമ്പോൾ പോലും മുസ്ലിം ലീഗിനെ ഒരു കമ്മ്യൂണൽ പാർട്ടിയായിട്ട് CPM ഇപ്പോഴും കണക്കാക്കുന്നില്ല. അതൊരു കമ്മ്യൂണിറ്റി പാർട്ടി, സേതു നേരത്തെ പറഞ്ഞ ഒരു കമ്മ്യൂണിറ്റി പാർട്ടിയായിട്ട് മാത്രമേ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിലും ഈ നമ്മുടെ രാഷ്ട്രീയ പശ്ചാത്തലം മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് പുരോഗമനപരമാകുന്നതിന് പകരം റിഗ്രസീവ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു പാരലൽ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, വളരെയധികം റിഗ്രസീവ് ആകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇലക്ട്രൽ പൊളിറ്റിക്സിൽ നിലനിൽക്കുന്ന ഒരു പാർട്ടി എന്ന നിലയ്ക്ക് CPM അതിനുവേണ്ടി ചില കളികൾ കളിച്ചിട്ടുണ്ട് എന്നുള്ളത് ചിലപ്പോൾ വസ്തുതയായിരിക്കും. അതിപ്പം ഈ മുസ്ലിം ലീഗിനെ ആക്രമിക്കുന്ന കാര്യത്തിൽ മുസ്ലിം ലീഗിനെ ഒരു കമ്മ്യൂണിറ്റി ഓർഗനൈസേഷനാക്കി നിലനിർത്തുമ്പോൾ പോലും അവരെ ഒരു കമ്മ്യൂണൽ ഓർഗനൈസേഷനായി മാറുമ്പം അതിലുണ്ടാകുന്ന പ്രശ്നം അത് CPMൻ്റെയും എല്ലാ സെക്കുലർ പാർട്ടികളുടെയും പ്രശ്നമാണ്. ഇപ്പം നമ്മൾ നോക്കൂ, 5ാം മന്ത്രി ഉണ്ടാക്കാൻ വേണ്ടി മുസ്ലിം ലീഗും കോൺഗ്രസും കൂടെ കളിച്ച കളി ആർക്കും ഒരു ചിലവുണ്ടായ ഒരു കേസല്ല. പക്ഷേ അത് കേരളത്തിലെ ക്രിസ്ത്യാനികളെയും ഹിന്ദുക്കളെയും വർഗീയവൽക്കരിക്കുന്നതിന് എന്തുമാത്രം സഹായകരമായി. ആർക്കെങ്കിലും കേസുണ്ടായിരുന്ന ഒരു കാര്യമല്ല. മുസ്ലിം ലീഗിൻ്റെ UDFൽ 4 മന്ത്രിമാരോ ആ ഭരണഘടനാപരമായ ലിമിറ്റിനുള്ളിൽ ആരൊക്കെ ഏതൊക്കെ മന്ത്രിമാരായാലും മാറ്ററായി. മുസ്ലിം ലീഗിൻ്റെ ഒരൊറ്റ നിലപാട് കൊണ്ട് അത് നമ്മുടെ കേരളത്തിലെ കമ്മ്യൂണൽ പോളറൈസേഷൻ്റെ ആദ്യത്തെ പൊളിറ്റിക്കൽ പോയിന്റ് എന്ന് പറയുന്ന സത്യത്തിൽ മുസ്ലിം ലീഗിൻ്റെ 5ാം മന്ത്രി വിവാദമാണ്. അത് പാണക്കാട് തങ്ങൾ പ്രഖ്യാപിച്ചു എന്നുള്ളത് പാണക്കാട് തങ്ങളാണ് കേരളത്തിലെ മന്ത്രിമാരെ തീരുമാനിക്കുന്ന എന്നൊരവസ്ഥയിലേക്ക് എത്തി. കോൺഗ്രസിന് തീരുമാനിക്കാവുന്ന കാര്യമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഇതിൻ്റെ നമ്മളൊരു ക്യാരം ബോർഡിലെ പോലെയാണ് പൊളിറ്റിക്കൽ കളി. അടിച്ചാൽ നേരിട്ടല്ല പലപ്പോഴും കൊള്ളുന്നത്. കേരളത്തിലെ കമ്മ്യൂണൽ സമ്പ്രദായം ഇപ്പം നന്നായിട്ട് മാറിയിട്ടുണ്ട്. അപ്പം കേരളത്തിൽ അവിടെയൊക്കെ ഞാൻ കാണുന്നിടത്തോളം സ്റ്റേബിളായിട്ട് നിൽക്കുന്ന ഒരു സമുദായം എന്നുള്ളത് മുസ്ലിം സമുദായമാണ്. അവരിപ്പോഴും മുസ്ലിം ലീഗിൻ്റെ മുസ്ലിം ലീഗിനാണ് അവരുടെ സപ്പോർട്ട് എന്ന് കൂട്ടിക്കോ. അപ്പോൾ പോലും അതൊരു സെക്കുലർ പോളിറ്റിയുടെ ഭാഗമായിട്ടാണ് അവർ നിൽക്കുന്നത്. പക്ഷേ മറ്റു 2 സമുദായങ്ങളും, ക്രിസ്ത്യൻ സമുദായവും ഭീകരമായിട്ടും ഹിന്ദു സമുദായവും ഒരു പരിധിവരെയും വർഗീയവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. CPMന് അതിൽ ആകുലത ഉണ്ടാവുക എന്നുള്ളത് വളരെ ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഞാൻ വിശ്വസിക്കുക അതിൽ എല്ലാത്തരം കമ്മ്യൂണലൈസേഷൻ പ്രോസസ്സിനെയും എതിർക്കുക എന്നുള്ളതല്ലാതെ അതിൽ മുസ്ലിങ്ങൾ ഇത്രയും കാലം റെസിസ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന ജമാഅത്തെ ഇസ്ലാമിക്കും SDPIക്കും അവർക്കില്ലാത്തൊരു ഇൻഫ്ലുവൻസ് ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഈ സമവാക്യങ്ങളെ മുഴുവൻ ഒരിക്കൽ കൂടി അട്ടിമറിക്കാൻ വേണ്ടി CPM കൂട്ടുനിൽക്കുക എന്നുള്ളതാണ് അതിൻ്റെ പ്രശ്നം. അതാണ് ഞാനിപ്പോൾ എൻ്റെ മുമ്പിൽ കാണുന്ന കേരളത്തിലെ പൊളിറ്റിക്കൽ റിയാലിറ്റി. അല്ല, അതിൽ വേറൊരു ഇത് പറയണത് CPM 1987 ഈ ഒരു ലൈനിലേക്ക്, ഒരു വർഗീയ കക്ഷികളുമായിട്ടും ഞങ്ങൾക്ക് സഖ്യമില്ല എന്നുള്ള ഒരു നിലപാടിലേക്കും അതിനെ രാഷ്ട്രീയപരമായിട്ട് ആർട്ടിക്കുലേറ്റ് ചെയ്യുന്നതിനാണ് ഇപ്പോൾ ഈ ഒരു നിലപാട് സ്വീകരിച്ചിട്ടുള്ളതെന്ന് പറയുന്നു. പക്ഷേ 87 സ്ഥിതിയും ഇന്നത്തെ സ്ഥിതിയും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. 87 ജേക്കബ് പറഞ്ഞതുപോലെ BJPക്ക് 5% വോട്ട് പോലും കേരളത്തിലില്ലായിരുന്നു. BJPക്ക് ഇന്ത്യയിൽ തന്നെ 2 പാർലമെൻറ്റ് സീറ്റുണ്ടായിരുന്ന ഒരു രാഷ്ട്രീയ കക്ഷിയായിരുന്നു. ആ BJP അല്ല ഇന്ന് കേരളത്തിലുള്ളത്. പിന്നെ 87 ഇത് ആർട്ടിക്കുലേറ്റ് ചെയ്യാനായിട്ട് EMS നമ്പൂതിരിപ്പാടിനെ പോലെ കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും വലിയ ധൈഷണിക പ്രതിഭയുണ്ടായിരുന്നു. ഇന്ന് CPMനെ സംബന്ധിച്ചിടത്തോളം ആ നിലയിൽ ഉള്ള ഒരു ധൈഷണിക വ്യക്തിത്വമോ അല്ലെങ്കിൽ അതിനുള്ളൊരു ഇൻ്റലക്ച്വൽ കപ്പാസിറ്റിയോ അതിനകത്തില്ല. 2 BJP ഇന്ന് ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയായി മാറിയിട്ടുണ്ട്. കേരളത്തിലടക്കം 15% വോട്ടുണ്ട്. എങ്ങനെയായിരിക്കും ഈ CPM ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചാൽ അത് എവിടെ ചെന്നായിരിക്കും എത്തുക? സേതു, അത് 87 നിലപാടും ഇപ്പോഴത്തെ നിലപാടും തമ്മിൽ EMS നമ്പൂതിരിപ്പാടിൻ്റെ അഭാവം മാത്രമല്ല ഉള്ളത്. അതിൽ രാഷ്ട്രീയപരമായ സത്യസന്ധതയുടെ അഭാവത്തിൻ്റെ ഒരു പ്രശ്നം കൂടിയുണ്ട്. നിങ്ങളൊരു ഏത് സിറ്റുവേഷനിലും നിങ്ങൾക്കൊരു സെക്യുലർ പൊളിറ്റിക്സിനെ കുറിച്ച് സംസാരിക്കാം. BJP എവിടെ നിൽക്കുമ്പോഴും സെക്യുലർ പൊളിറ്റിക്സിനെ കുറിച്ച് ഇടതുപക്ഷം സംസാരിക്കുന്നത് ശരിയായ രാഷ്ട്രീയമാണെന്ന് ഞാൻ പറയും. ഇപ്പം പക്ഷേ സെക്യുലർ രാഷ്ട്രീയത്തെക്കുറിച്ചല്ല പറയുന്നത്. ഇപ്പോൾ പറയുന്നത് സെക്യുലർ രാഷ്ട്രീയത്തെ അപകടപ്പെടുത്തുന്ന 2 പ്രധാനപ്പെട്ട ശക്തികളെ അവരുടെ തന്നെ, അതായത് SDPIയെയും ജമാഅത്തെ ഇസ്ലാമിയെയും പോലെയുള്ള 2, എന്നെ സംബന്ധിച്ചിടത്തോളം
SDPI ഒരു ക്രിമിനൽ മതവാദ സംഘടനയും ജമാഅത്തെ ഇസ്ലാമി ഒരു മതവാദ സംഘടനയുമാണ്. ഇവർ രണ്ടുപേരും ഇൻഫ്ലുവൻസ് ചെയ്യാൻ ശ്രമിക്കുന്നത് ഒരേ സമുദായത്തെ തന്നെയാണ്. ആ സമുദായം അതിനെ ചെറുത്ത് നിൽക്കുമ്പോഴും CPM പറയുകയാണ് അങ്ങനെയല്ല, ഇവർ വലിയ തോതിൽ കേരളത്തിലെ വോട്ടുകളെ സ്വാധീനിക്കുന്നു, അവരുടെ ചെലവിലാണ് UDF കേരളത്തിൽ ഇലക്ഷൻ ജയിക്കുന്നത്. എവിടെ ജയിക്കുന്നത്? നമ്മൾ പറയുന്നത് ഏതെങ്കിലും 1000-2000 വോട്ടിന് ജയിക്കുന്ന ഒരു സീറ്റിൽ ചിലപ്പം ഇവർക്ക്, ഞാൻ പറയുന്നത് സെഫോളജിക്കലി, തിയറിറ്റിക്കലി നിങ്ങൾ മാറ്റി വെക്കുക, തിയറിറ്റിക്കലി മുസ്ലിം സമുദായം അവരുടെ പണി ചെയ്തോളും. അതുകൊണ്ട് അതിലിപ്പോൾ CPMന്റെ പ്രത്യേകിച്ചൊരു ഒത്താശയുടെ ആവശ്യമില്ല. അവർ എത്രയോ കാലങ്ങളായിട്ട് അവർ ഈ കുത്തിത്തിരിപ്പുകളെ അവർ റെസിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതവർ ചെയ്തോളും. പക്ഷെ അതിന് മറ്റു സമുദായങ്ങളുണ്ടാകുന്ന ഇമ്പാക്റ്റ് ഇതാ നിങ്ങൾ നോക്കൂ. ജമാഅത്തെ ഇസ്ലാമി പറയുന്നത് പോലെയാണ് കേരളത്തിലെ UDFന്റെ വോട്ടിംഗ് വരുന്നത് എന്ന് CPM പറയുമ്പം അതിന് ആ പാലക്കാടും വയനാടും ഉണ്ടായ പരാജയങ്ങളെ അല്ലെങ്കിൽ UDFനുണ്ടായ വിജയത്തെ SDPIയുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും അക്കൗണ്ടിലേക്ക് മാറ്റുമ്പം അവരാണ് ആഘോഷിക്കുന്നത്. അവർക്ക് പ്രോമിനൻസ് വരികയാണ്. അവർക്ക് നമ്മുടെ പൊളിറ്റിയിൽ അവർ ഇത്രയും കാലം ശ്രമിച്ചിട്ടും അവർക്ക് കിട്ടാതിരുന്ന ഒരു പ്രോമിനൻസ് CPM ആയിട്ട് കൊണ്ടു കൊടുക്കുകയാണ്. അതുകൊണ്ട് UDFന് പ്രത്യേകിച്ച് നഷ്ടമില്ല. നഷ്ടം വരുന്നത് കേരളത്തിലെ സെക്യുലർ പൊളിറ്റിക്കാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തിലെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും എന്ത് പറയും? ഇത് നോക്കൂ, ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന പാർട്ടിയാണ് കേരളത്തിലെ UDFന്റെ പ്രധാന, അവർ പറയുന്ന ആളുകൾ ജയിക്കുന്ന അവസ്ഥ വന്നിട്ടുണ്ട്. പിണറായി വിജയൻ നേരത്തെ പറഞ്ഞ അതേ കാര്യം, നിങ്ങൾ എന്തുകൊണ്ട് വെൽഫെയർ പാർട്ടി UDFൽ വന്നുകൂടാ എന്ന് പിണറായി വിജയൻ നിരന്തരം എതിർത്തുകൊണ്ടിരുന്ന ഒരു കാര്യത്തെ അതിൽ UDFന്റെ ഭാഗത്ത് നിലപാട് വ്യത്യാസം ഉണ്ടാകുന്നതിന് ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്ത് നിലപാട് വ്യത്യാസം ഉണ്ടാകുകയാണ്. അതായത് UDFൽ ഇവർ ചേർന്നു എന്നുള്ള മട്ടിലുള്ള പ്രചാരണം നടത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇപ്പുറത്തുണ്ടാക്കാവുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ച് യാതൊരു ധാരണയില്ലാത്ത മട്ടിലാണ് ഇപ്പോൾ CPM നേതാക്കന്മാർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഈ മാറുന്ന അതിഭീകരമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഡൈനാമിക്സിനെ കുറിച്ചും എങ്ങനെയാണ് CPM നേതാക്കന്മാർക്ക് ഇത്ര ധാരണയില്ലാതെ ആയിപ്പോയത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് CPM നേതാക്കന്മാരെ ഒരു പത്രപ്രവർത്തകൻ നിലയ്ക്ക് നമ്മൾ രാഷ്ട്രീയം പഠിപ്പിക്കാൻ വേണ്ടി പോവല്ല. പക്ഷേ മറ്റു രണ്ട് സമുദായങ്ങളിലുണ്ടാകുന്ന കഴിഞ്ഞ 2-3 വർഷത്തിലുണ്ടായ അതിദ്രുത വേഗതയിലുള്ള പോളറൈസേഷൻ മുസ്ലിം സമുദായം അതിനെ ഇപ്പോഴും ചേർത്ത് നിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് മുസ്ലിമിൻ്റെ അകത്തായാലും ഈ സമസ്ത സംഘടനകളായാലും അവരൊക്കെ ഇതിൻ്റെ പേരിൽ പോലും അവർക്കിടയിൽ ആശയ സംഘടനകൾ ഉണ്ടാവുകയും അവരിലെ സെക്യുലർ മനുഷ്യർ അതിൽ മുൻകൈ നേടുകയും ചെയ്യുന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണ്. അതിൻ്റെ ജാഥയുടെ മുമ്പിൽ SDPക്കാരിൽ നിന്നു എന്നുള്ളത് കൊണ്ട് UDFന്റെ തെരഞ്ഞെടുപ്പ് വിജയം SDPയുടെ തെരഞ്ഞെടുപ്പ് വിജയമായിട്ട് വ്യാഖ്യാനിച്ച് രക്ഷപ്പെടാനുള്ള CPMന്റെ ശ്രമമാണ്. അത് വിനാശകരമായ പൊളിറ്റിക്സ്. അതിൽ വേറൊന്നുകൂടെ എനിക്ക് തോന്നുന്നത് ഈ SDPI ജമാഅത്തെ ഭീതി ഉണർത്തിക്കൊണ്ട് ഇവർ വിചാരിക്കുന്നത് ഹിന്ദു വോട്ടുകൾ CPMലേക്ക് വരുമെന്നുള്ളതാണെങ്കിൽ അതൊരു തെറ്റായ ധാരണയല്ലേ. കാരണം ഹിന്ദു വോട്ടുകൾ ഇപ്പം പോകാനായിട്ട് BJP ഇവിടെ റെഡിയായിട്ട് നിൽപ്പുണ്ട്. അത് കഴിഞ്ഞ ഇലക്ഷനുകളിലെല്ലാം തെളിയുന്നു. BJP മാത്രമല്ല, ഹിന്ദു വോട്ടുകൾ മാത്രമല്ല, ക്രിസ്ത്യൻ വോട്ടുകൾ. ഇപ്പോൾ വയനാട്ടിൽ സത്യൻ മൊകേരിക്ക് വോട്ടുകൾ പോയ സ്ഥലങ്ങളിൽ പോലും BJPക്ക് വോട്ട് കിട്ടുക, ക്രിസ്ത്യൻ എൻക്ലേവുകളിൽ BJPയുടെ വോട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമി SDPI എന്ന് പറയുന്ന ഈ FEG കാണിച്ചിട്ട് എന്താ പറയുക, നമ്മുടെ ഈ ഉമ്മാക്കി കാണിച്ചാൽ അതുകൊണ്ട് ഭയപ്പെടുന്നവർ മുസ്ലിങ്ങളല്ല, UDF അല്ല, അത് ഇവിടുത്തെ ഹിന്ദു ക്രിസ്ത്യൻ സമുദായങ്ങളാണ് അതിൽ ഭയപ്പെടുക. അവർ ഭയപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് പോകാൻ CPM അല്ല ഉള്ളത്. അവർക്ക് ഓപ്ഷനായിട്ട് ഇതേ വർത്തമാനം കോൺഗ്രസിനെ ഇത്രയും കാലം CPM പറഞ്ഞ് പഠിപ്പിച്ചുകൊണ്ടിരുന്ന കാര്യമാണ്. നിങ്ങൾ സോഫ്റ്റ് ഹിന്ദുത്വ കളിച്ചാൽ BJPയുടെ ടീമായിട്ട് നിങ്ങൾ പ്രവർത്തിച്ചാൽ വോട്ടറെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഇഫ് യു ഡിസൈഡ് ടു ടേൺ കമ്മ്യൂണൽ then you have the best option, the A team. They are there with 50-20%. അവരോട് ഉള്ളപ്പോൾ പിന്നെ നിങ്ങൾ എന്തിനാണ് ഒരു B ടീമിലേക്ക് പോകുന്നത്? കേരളത്തിലെ മനുഷ്യരെ സെക്യുലറിസം പറഞ്ഞ് പഠിപ്പിക്കുകയും അതിൽ നിലനിർത്തുകയും ചെയ്യുന്ന ഒരു പാർട്ടിയാണ് ഇത് ചെയ്യുന്നതെന്ന് ആലോചിച്ച് നോക്കണം. അത് അസാമാന്യമാമിതം അസംബന്ധമായിട്ടുള്ള രാഷ്ട്രീയ നിലപാടാണ് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അസംബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളത്തിൻ്റെ പൊളിറ്റിയെ എന്നേക്കുമായി മാറ്റാൻ പറ്റുന്ന തരത്തിലുള്ള തെറ്റായിട്ടുള്ള വിനാശകരമായ രാഷ്ട്രീയമാണ് ഇപ്പം
CPM കളിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ CPM-ലെ നേതാക്കളാണ് ഈ ഒരു തീരുമാനങ്ങളും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സ്റ്റേറ്റ്മെൻറ്റുകളെല്ലാം പറയുന്നത്. CPM-ൻ്റെ നാഷണൽ ലെവലിൽ സത്യത്തിൽ ഇതിനെക്കുറിച്ചിട്ട് ഇതുവരെ അങ്ങനെ ഒരു പ്രതികരണം വന്നിട്ടില്ല. പക്ഷെ അവർ ഈ ഒരു വിഷയത്തിൽ ക്രിയേറ്റീവായിട്ട് ഇൻ്റർവ്യൂൻ ചെയ്യേണ്ട സമയം അതിക്രമിച്ചിട്ടുണ്ട്. സേതു 3 പോളിറ്റ് ബ്യൂറോ മെമ്പർമാരാണ് നിരന്ന് സംസാരിക്കുന്നത്. വിജയരാഘവൻ പോളിറ്റ് ബ്യൂറോ മെമ്പറാണ്, MA ബേബി പോളിറ്റ് ബ്യൂറോ മെമ്പറാണ്, സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാഷ് പോളിറ്റ് ബ്യൂറോ മെമ്പർമാരാണ്. ഇവരൊക്കെ സംസാരിക്കുന്നതൊക്കെ തന്നെയല്ലേ പാർട്ടി സെക്രട്ടറി സംസാരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പാർട്ടിയുടെ നിലപാടല്ലേ? അഖിലേന്ത്യാ നേതൃത്വം സംസാരിക്കേണ്ടതുണ്ടായിരുന്നെങ്കിൽ നേരത്തെ തന്നെ സംസാരിക്കണമായിരുന്നു. ഈ വർത്തമാനം നിങ്ങൾ പറയരുത്. ഒരു കാര്യം കൂടി ഞാൻ പറയാം. കഴിഞ്ഞ ദിവസം പി മോഹനൻ മാഷുടെ കോഴിക്കോട് CPM കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി മോഹനൻ മാഷുടെ പ്രസംഗം, തളിപ്പറമ്പിലുണ്ടായൊരു പ്രസംഗം, നവംബർ മാസത്തിലെ പ്രസംഗമാണ്, കഴിഞ്ഞ ദിവസമാണ് അത് പുറത്തു വന്നത്. അതിൽ അദ്ദേഹം പറയുന്നത്, ഇവിടെ ഒരു മതരാഷ്ട്രം സ്ഥാപിക്കപ്പെട്ടാൽ, ഒരു ഇസ്ലാം മതരാഷ്ട്രം സ്ഥാപിക്കപ്പെട്ടാൽ ഇവിടുന്ന് ഏറ്റവും കൂടുതൽ ഓടിപ്പോകേണ്ടി വരുന്നത് ഹിന്ദുക്കളായിരിക്കും എന്ന് അദ്ദേഹം പറയുകയാണ്. ഇത് ശുദ്ധമായ RSS വർത്തമാനമാണ്. RSSകാർ പോലും നേരിട്ടത് പറയില്ല. കാരണം അപ്പോഴേ ചോദ്യം, കാരണം ഇത് ഡെമോഗ്രാഫിക്കലി ഇമ്പോസിബിളാണ്. ഇന്ത്യയിലെ എല്ലാ സമുദായങ്ങളുടെയും ജനപ്പെരുപ്പ നിരക്ക് കുറഞ്ഞുകൊണ്ടിരിക്കും. അത് ഏറ്റവും കുറയുന്ന നിരക്ക് ഏറ്റവും കൂടുതലുള്ള മുസ്ലിങ്ങളുടെയാണ്. 2011 സെൻസസ് പ്രകാരം ഇന്ത്യ സ്റ്റാറ്റിസ്റ്റിക്കലി ഡെമോഗ്രാഫിക്കലി ഇന്ത്യ ഒരു മുസ്ലിം ഭൂരിപക്ഷ രാഷ്ട്രമാവുക എന്നുള്ളത് അസംഭാവ്യമാണ്. നിങ്ങൾ എത്ര കൊല്ലം എടുത്താൽ, എത്ര സഹസ്രാബ്ദങ്ങളിലേക്ക് പോയ, അല്ലെങ്കിൽ മനുഷ്യരെല്ലാം ഞങ്ങളെല്ലാം മുസ്ലിം ആകുക എന്ന് പറഞ്ഞിട്ട് മാറും. അതല്ലാതെ ഡെമോഗ്രാഫിക്കലി നമ്മൾ ജനസംഖ്യയുടെ പോപ്പുലേഷൻ്റെ സാധാരണഗതിയിലുള്ളൊരു പോക്കനുസരിച്ച് ഇന്ത്യ ഒരിക്കലും ഒരു മുസ്ലിം ഭൂരിപക്ഷ രാഷ്ട്രമാവില്ല. ഇതിനെക്കുറിച്ച് ABCD അറിയാവുന്ന മുഴുവൻ ആളുകളും പറയുന്നതാണ്. അവിടെയാണ് മോഹനൻ മാഷ് ചോദിക്കുന്നത്, ഇന്ത്യ ഒരു ഭൂരിപക്ഷ മുസ്ലിം മതരാഷ്ട്രമാവുകയും ചെയ്താൽ ഹിന്ദുക്കളോട് വേറൊരു കാര്യം നമ്മൾ ആലോചിക്കണം. ഇവിടെ ആര് വരണം? ജമാഅത്തെ ഇസ്ലാമിയെ പോലെയുള്ള ഒരു മതരാഷ്ട്രവാദി വരണം. വീണ്ടും കേരളത്തിലെ മുസ്ലിങ്ങൾ ഈ മതരാഷ്ട്രവാദികളെ മൂലക്കിരുത്തിയതിൻ്റെ ചരിത്രത്തെ പരിപൂർണമായിട്ടും റദ്ദാക്കി കളയാണ് മോഹനൻ മാഷ്. ഇവിടുത്തെ മുസ്ലിങ്ങൾ എത്രത്തോളം കമ്മ്യൂണലാണ്? ഇവിടെ 30% മുസ്ലിങ്ങളിൽ എത്ര ശതമാനമുണ്ട് ഈ മതരാഷ്ട്രവാദികൾ? അപ്പം ഇന്ത്യ ഒരു ഇസ്ലാം ഭൂരിപക്ഷമാകുക എന്നുള്ള അസംഭാവ്യമായ കാര്യം. ഇസ്ലാം ഭൂരിപക്ഷമായാൽ ഈ മനുഷ്യർ വേണമല്ലോ അവിടെയും വരാൻ വേണ്ടി. അവിടെയും ഇവരുടെ ശതമാനം 10-ൽ താഴെയാണ്. എന്ന് വെച്ചാൽ സുപ്രീം കോടതി പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ഹെയ്റ്റ് സ്പീച്ചിൻ്റെ അടിസ്ഥാനം 2 സമുദായങ്ങളെ തമ്മിലടിപ്പിക്കാനുള്ള വ്യക്തമായ ശ്രമമാണ് മോഹനൻ മാഷ് നടത്തിയത്. അദ്ദേഹത്തിനെതിരെ കേസെടുക്കാൻ സത്യത്തിൽ കേരളത്തിലെ DGPക്ക് ഉത്തരവാദിത്തമുണ്ട്. കാരണം സുപ്രീം കോടതി ഉത്തരവ് പ്രകാരം ഹെയ്റ്റ് സ്പീച്ചിന് സുവമോട്ടോ കേസെടുക്കേണ്ടതാണ്. അതുമാതിരിയുള്ള വർത്തമാനമാണ് മോഹൻ മാഷ്. നമ്മൾ ഇതുവരെ സംസാരിച്ചതിൽ ഈ രാഷ്ട്രീയമായിട്ടുള്ള അല്ലെങ്കിൽ നേരിട്ട് തെരഞ്ഞെടുപ്പ് മറ്റതുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ഇവർ പറഞ്ഞത്. പക്ഷെ അതിനേക്കാളൊക്കെ നേരത്തെ ഈ പറഞ്ഞ മോഹനൻ മാഷ് തന്നെയാണ് മെക്സ് 7 എന്ന് പറഞ്ഞൊരു എക്സസൈസ് പ്രോഗ്രാമിന് ഈ പറഞ്ഞതുപോലെ ജമാഅത്തെ ഇസ്ലാമിയുടെയും SDPIയുടെയും ചുമലിൽ കൊണ്ടുവന്ന് കെട്ടുക എന്ന് പറയുന്ന ഒരു സാധനം നടത്തിയിട്ടുള്ളത്. അപ്പം ഏതാണ്ട് നമ്മൾ പറയില്ലേ, സാധാരണ ഇതിൽ പറയില്ലേ, ഡോഗ് വിസിലിംഗ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയമാണ് CPM കേരളത്തിൽ പയറ്റുന്നത് എന്നുള്ളത്. അതിപ്പം അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ പോലും അങ്ങനെയുള്ള ചില വാർത്തകൾ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ നിലയിൽ കേരളത്തിലെ ഒരു CPM-ൻ്റെ പ്രാദേശികമായിട്ടുള്ള കമ്പൾഷൻസ് എന്താണെന്നറിയില്ല. പക്ഷേ ഇന്ത്യയിലെ ഇപ്പോഴും നിലനിൽക്കുന്ന പ്രമുഖ ഇടതുപക്ഷ പാർട്ടി എന്നുള്ള നിലയിൽ, അല്ലെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടി എന്നുള്ള നിലയിൽ അതിൻ്റെ ഒരു ദേശീയ നേതൃത്വത്തിന് 3 പോളിറ്റ് ബ്യൂറോ മെമ്പേഴ്സ് ഇവിടെ എന്നുള്ളവർ മാറ്റി നിർത്തി കഴിഞ്ഞാൽ അവർക്ക് ഇതിനകത്ത് ഇടപെടേണ്ട ഒരു ധാർമ്മികമായ ഉത്തരവാദിത്വമില്ല. അല്ലെങ്കിൽ CPM-ൻ്റെ ഒരു വലിയ ഇൻ്റലക്ച്വൽ ബേസ് ഉണ്ടല്ലോ നാഷണൽ ലെവലിൽ, അങ്ങനെയുള്ളവർക്ക്. ഉറപ്പായും ചെയ്തു. ഇതിൽ പ്രശ്നം കേരളത്തിൽ ഇന്ത്യയുടെ നാഷണൽ പൊളിറ്റിയിൽ ഇടതുപക്ഷത്തിൻ്റെ സ്വാധീനം എന്നുള്ളത് അവരുടെ പാർലമെൻറ്റ് മെമ്പർമാരുടെ അംഗത്തിൻ്റെ പ്രൊപ്പോർഷനേറ്റ് ആയിട്ടല്ല. അതിനും അപ്പുറത്തേക്ക് വലിയൊരു മോറൽ ഫോഴ്സാണ് ഇന്ത്യയിലെ ഇടതുപക്ഷം എന്നും. കാരണം അധികാരം ഏറ്റവും പരമപ്രധാനമായി കാണുന്ന രാഷ്ട്രീയ കക്ഷികളിൽ നിന്ന് വിഭിന്നമായ നിലപാട് എന്നും ഇടതുപക്ഷ പാർട്ടികൾ എടുത്തിട്ടുണ്ട്. അവർ പിന്തുണ കൊടുക്കുന്ന രാഷ്ട്രീയ കക്ഷികൾ പോലും അടിസ്ഥാനപരമായ നൈതിക നിലനിർത്തണം എന്നുള്ള ഉത്തരവാദിത്തോടുകൂടിയാണ് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയിലെ ഇടതുപക്ഷത്തിൻ്റെ ശബ്ദം ഒരു മോറൽ കോമ്പസ് ആയിട്ട് നിലനിന്നിട്ടുള്ളത്. പ്രധാനമന്ത്രി പോലും നരേന്ദ്രമോദി പോലും അവരെ സൂക്ഷിക്കണം എന്ന് പറയുന്നത്, അവരെ ഒരു കോർണറിൽ മാത്രമേ ഉള്ളൂ, പക്ഷെ അവരെ സൂക്ഷിക്കണം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് വരുന്നത് ആ നിലപാടുകളുടെ ധാർമ്മിക ശക്തിയുടെ ബലത്തിലാണ്. ന്യൂനപക്ഷങ്ങളോടുള്ള
കരുതൽ എന്നുള്ളത്, ദുർബലന്മാരോട് കരുതൽ എന്നുള്ളത് ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പം മോഹനൻ മാഷ് പറയുന്നതും ശ്രീ വിജയരാഘവൻ പറയുന്നതും അതിനെ അംഗീകരിച്ചുകൊണ്ട് മറ്റുള്ളവർ പറയുന്നതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു സാധനം എന്നുള്ളത് ഒരു തീം എന്നിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്, വി ഹാവ് കെപ്റ്റ് ദ മുസ്ലിം കമ്മ്യൂണിറ്റി അണ്ടർ സർവൈലൻസ്. അതാണ് ഇവർ പറയാൻ വേണ്ടി ശ്രമിക്കുന്നത്. അതായത് മെക്ക് 7 ആയാലും ശരി, പിന്നെ പാലക്കാട്ട് ഉള്ള മുസ്ലിങ്ങളുടെ വോട്ടിംഗ് ആയാലും ശരി, വയനാട്ടിലെ മുസ്ലിങ്ങളുടെ വോട്ടിംഗ് ആയാലും ശരി, ഞങ്ങൾ അതിൻ്റെ പുറത്ത് ഉള്ള തീവ്രവാദികളുടെ മതരാഷ്ട്രവാദികളുടെ ഇൻഫ്ലുവൻസ് ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു. മെക്ക് 7 ആയാലും ശരി, ദേ ആർ അണ്ടർ സർവൈലൻസ് എന്നൊക്കെ ഒരു ഇടതുപക്ഷ പാർട്ടി പറയുകയാണ്. അത് നമുക്ക് എങ്ങനെ അംഗീകരിക്കാൻ വേണ്ടി പറ്റും? ഇതിൻ്റെ അകത്ത് ഏതെങ്കിലും തരത്തിലുള്ള പിന്നെ നമ്മുടെ പൊതുവായി അംഗീകരിക്കപ്പെട്ട നിലപാടുകൾക്ക് വിരുദ്ധമായിട്ടുള്ള ഒരു നിലപാട് നമ്മുടെ നാട്ടിലെ പ്രധാനപ്പെട്ട മനുഷ്യർ എടുക്കുന്നുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ അതിനൊരു ഒരു സിഗ്നൽ നമ്മൾ കാണുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് മുന്നറിയിപ്പ് കൊടുക്കുക എന്നുള്ളത് വളരെ ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഞാൻ അപ്പോഴും പറയുന്നു, വെൽഫെയർ പാർട്ടി UDF വരുന്നതിനെതിരെ വളരെ ശക്തമായ രൂക്ഷമായ ഭാഷയിൽ പിണറായി വിജയൻ സംസാരിച്ചത് ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള പൊളിറ്റിക്കൽ കൺസേൺ ആണെന്ന് ഞാൻ ഇപ്പോഴും പറയും. പക്ഷേ UDF ലെജിറ്റിമേറ്റ് ആയിട്ട് ഇലക്ട്രൽ വിജയങ്ങൾ വ്യാഖ്യാനിക്കാനുള്ള ശ്രമത്തിനിടയിൽ ആ ജയത്തിന് പുറകിൽ മതരാഷ്ട്രവാദികളാണ് എന്ന് പറയുന്നത് അങ്ങേയറ്റം തെറ്റായിട്ടുള്ള, ദൂരവ്യാപകമായിട്ടുള്ള പ്രത്യാഘാതം ഉണ്ടാക്കുന്ന, ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ അടിത്തറ മാറ്റുന്ന തരത്തിലുള്ള ഒരു നിലപാടാണ്. എത്രയും പെട്ടെന്ന് ഈ കാര്യത്തിൽ ഒരു കോഴ്സ് കറക്ഷൻ ഉണ്ടാവുക. അത് കേന്ദ്ര നേതൃത്വമാണെങ്കിൽ കേന്ദ്ര നേതൃത്വം, ഈ നാട്ടിലെ ജീവിക്കുന്ന മനുഷ്യർക്കറിയാമേലേ ഇവിടുത്തെ മുസ്ലിം ജനസാമാന്യത്തിൻ്റെ നിലപാട് എന്താണെന്ന് അറിയാമേലേ. ഇപ്പോൾ ഞാൻ ദേശീയ തലത്തിൽ CPM ഇൻ്റലക്ച്വൽസിൻ്റെ കാര്യം പറയുന്ന പോലെ തന്നെ കേരളത്തിലും ഒരു വലിയ പ്രബുദ്ധമായ ഇടതുപക്ഷ ബുദ്ധിജീവികളുണ്ടെന്ന് പറയുന്ന സാധനമാണ്. അവരെല്ലാവരും വളരെ പറയുന്ന അർത്ഥഗർഭമായ മൗനം പുലർത്തുകയാണ് ഈ കാര്യത്തിൽ. ഒരാൾ പോലും അതിൽ പ്രതികരിക്കുന്നില്ല. ഞാനത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. എനിക്കത് ദഹിക്കുന്ന ഒരു കാര്യമല്ലത്. ഇതിൻ്റെ അകത്ത് വളരെ സീരിയസ് ആയിട്ടുള്ള പ്രശ്നമുണ്ട്. കാരണം 2 സമുദായങ്ങൾ വളരെ വേഗം വർഗീയവൽക്കരിക്കപ്പെടുകയും ഇതിൻ്റെ അകത്ത് വില്ലൻ എന്ന് ഇവരൊക്കെ നിരന്ന് നിന്ന് ചൂണ്ടിക്കാണിക്കുന്ന ഒരു സമുദായം ഇതിനെ റെസിസ്റ്റ് ചെയ്യുകയും ചെയ്യാം. ഇപ്പം ഇതിൻ്റെ അകത്ത് SDPI പ്രകടനം നടത്തി, അല്ലെങ്കിൽ SDPI ഇവർക്ക് വേണ്ടി വോട്ട് പിടിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പം നമുക്ക് അവകാശപ്പെടാം, LDF ഇപ്പം നേരത്തെ പിണറായി വിജയൻ പറഞ്ഞതുപോലെ, നിങ്ങൾ പഴയ കാലമല്ലിത്, നിങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയും SDPIയുമായി ഒന്നിച്ചു പോവുക എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ പ്രത്യാഘാതം വളരെ വലുതാണ്. അവരുടെ സ്ട്രൈക്ക്, അവർ പഴയതിനേക്കാൾ കൂടുതൽ പിന്നെ അവരുടെ സ്ട്രൈക്ക് പവർ എന്നുള്ളത് മാധ്യമങ്ങളെ വെച്ചിട്ടുള്ളത് എന്ന് മാത്രമല്ല, മറ്റ് സമുദായങ്ങൾക്കിടയിൽ ഇവർക്കുണ്ടാക്കാൻ സാധ്യതയുള്ള, മുസ്ലിം സമുദായത്തിലല്ല, മറ്റ് സമുദായങ്ങൾക്കിടയിൽ ഇവർക്കുണ്ടാക്കാൻ സാധ്യതയുള്ള കുത്തിത്തിരിപ്പിൻ്റെ സാധ്യത പണ്ടത്തെക്കാളും മാറിയ ഒരു പൊളിറ്റിയാണ് നമ്മൾ നിൽക്കുന്നത്. അതുകൊണ്ട് പഴയ കാലമല്ലിത്, നിങ്ങൾ ദയവ് ചെയ്ത് ഇമാതിരിയുള്ള ഈ കുത്തിത്തിരിപ്പ് പാർട്ടികളുടെ കൂടെ കൂടരുത് എന്ന് പറയുന്നത് വളരെ ലെജിറ്റിമേറ്റായിട്ട് പൊളിറ്റിക്സായിട്ട് ഞാൻ ഇപ്പോഴും കാണും. അപ്പോഴും വളരെ പ്ലെയിൻ ആയിട്ടുള്ള പ്രിയങ്ക ഗാന്ധിയുടെ വിജയം എങ്ങനെയാണ് അവർക്ക് അട്രിബ്യൂട്ട് ചെയ്യുന്നത്? അത് വിശദീകരിക്കാൻ എന്ത് തരത്തിലുള്ള കമ്പൽഷനാണ്, ഇങ്ങനെ വിശദീകരിക്കാൻ എന്ത് തരത്തിലുള്ള കമ്പൽഷനാണ് CPMൻ്റെ കയ്യിലുള്ള? അതാണ് നമ്മൾ CPMൻ്റെ മുമ്പിലുള്ള എന്തിനാണ് ഇങ്ങനത്തെ ഒരു വ്യാഖ്യാനം വരുന്നത്? അപ്പോൾ അതിൽ നമ്മൾക്ക് ഈ ചർച്ചയുടെ അവസാനത്തിലേക്ക് വരുമ്പോഴത്തേക്ക് CPM അതിനെക്കുറിച്ചിട്ട് പറയുന്ന ആകപ്പാടെ കൺവിൻസിങ് ആയ ഒരു എക്സ്പ്ലനേഷൻ അവർ പറഞ്ഞത്, ഞങ്ങൾ മുസ്ലിം സമുദായത്തെ അല്ല പറയുന്നത്, ഈ 2 പാർട്ടികളെയാണ് പറയുന്നത്. ഈ 2 പാർട്ടികളെ പറയുമ്പോൾ അത് മുസ്ലിം സമുദായത്തിനെ ആണ് പറയുന്നത് എന്നുള്ളത് മറ്റുള്ളവർ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു കാര്യമാണെന്നാണ് പറയുന്നത്. അതിന് ആ ഒരു ആർഗ്യുമെൻറ്റിനെ നമുക്ക് മുഖവിലക്കെടുക്കാം. അങ്ങനെ ആയിരിക്കണം അവർ പറയേണ്ടിയിരുന്നത്. അങ്ങനെ വന്നു കഴിയുമ്പോൾ തെരഞ്ഞെടുപ്പ് വിജയങ്ങൾ അതിനകത്ത് വരുന്നില്ല. അതായത് നിങ്ങൾ തെരഞ്ഞെടുപ്പിൽ അവരുടെ വോട്ട് വേണ്ട എന്ന് പറഞ്ഞില്ല, നിങ്ങൾക്ക് വേണ്ടി അവർ വോട്ട് പിടിച്ചപ്പോൾ നിങ്ങളതിനെ തടസ്സപ്പെടുത്തിയില്ല, നിങ്ങൾ അവരോടൊരു അവർ വേണ്ടെന്ന് വെച്ചില്ല, അല്ലെങ്കിൽ അവരുടെ നിലപാടുകളെ നിങ്ങൾ എതിർത്തില്ല എന്ന് പറയുന്നതൊക്കെ വളരെ ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള കാര്യമാണ്. എൻ്റെ പ്രശ്നം ഈ തെരഞ്ഞെടുപ്പ് വിജയങ്ങളെ ഇവർക്ക് ആട്രിബ്യൂട്ട് ചെയ്യുന്നു. അവർക്ക് ആട്രിബ്യൂട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? അവർക്കില്ലാത്ത ശക്തി അവർക്ക് ഉണ്ടാക്കി കൊടുക്കുകയാണ്. അതായത് അവർക്കില്ലാത്ത മുസ്ലിം സമുദായത്തിൻ്റെ ഇടയ്ക്ക് അവർക്കില്ലാത്ത ശക്തി ഇവരുണ്ട് എന്ന് പറയുകയാണ്. അവിടെയാണ് അതിൻ്റെ പ്രശ്നം. അപ്പം അങ്ങനെ വന്നു കഴിയുമ്പോൾ എന്താണ് പറയുന്നത്? മുസ്ലിം സമുദായം ഇവർ പറയുന്നതിനനുസരിച്ച് വോട്ട് ചെയ്യുന്നു എന്നല്ല പറയുന്നത്. അപ്പോൾ അവർ പറയുന്നത് മുസ്ലിം സമുദായത്തെ തന്നെയല്ലേ? അതെ അതെ, അവിടെയാണ് ഇതിൻ്റെ പ്രശ്നം. നിങ്ങൾ വയനാട്ടിൽ
പ്രധാനമന്ത്രി പറഞ്ഞ ഭൂരിപക്ഷം ന്യൂനപക്ഷമായ നിയോജക സ്ഥലത്തിൽ അവിടെ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 40% എങ്കിലും 30-40% മുസ്ലിം വോട്ടുണ്ട്. ആ വോട്ടുള്ള ഒരു നിയോജക മണ്ഡലത്തിൽ ഇത്രയും വലിയ സ്വാധീനം കിട്ടുന്നത് വർഗീയവാദികളുടെ പിന്തുണ കൊണ്ടാണ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ മനുഷ്യ വർഗീയവാദികളാണ് നിങ്ങൾ പറയല്ലേ ചെയ്യുന്നത്. അപ്പോൾ അവിടുത്തെ മുസ്ലിങ്ങൾ വർഗീയവാദികളാണ് നിങ്ങൾ പറയല്ലേ ചെയ്യുന്നത്. ഞാൻ ചോദിക്കുന്നത് അതാണ്, നിങ്ങൾ എന്തിനാണ് ആവശ്യമില്ലാത്ത ഈ വിശദീകരണം, നിങ്ങൾ എന്തിനാണ് ഇലക്ട്രൽ പൊളിറ്റിക്സിലേക്ക് പോയി ഇവർക്കില്ലാത്ത ഒരു സ്വാധീനമുണ്ട് എന്ന് പറഞ്ഞ് ഈ UDF വോട്ട് ചെയ്ത മനുഷ്യരെ മുഴുവൻ വർഗീയവാദികളാക്കുന്നത്? അപ്പോൾ നിങ്ങൾ ആ സമുദായത്തെ തന്നെയാണ് പറയുന്നത്. അവിടുത്തെ വോട്ടർമാരുടെ അവരുടെ ചോയ്സിനെ ബഹുമാനിക്കുക എന്നുള്ള പ്രാഥമികമായിട്ടുള്ള ജനാധിപത്യ മര്യാദ കാണിക്കുന്നതിന് പകരം ഈ തെരഞ്ഞെടുപ്പ് പരാജയം വിശദീകരിക്കാൻ വേണ്ടി നിങ്ങൾ അവിടുത്തെ സാധാരണ മനുഷ്യരെ നിങ്ങൾ വർഗീയവാദികളാക്കുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ വർഗീയവാദികൾ ഇൻഫ്ലുവൻസിലാണ് അവിടുത്തെ മനുഷ്യർ വോട്ട് ചെയ്യാമെന്ന് നിങ്ങൾ പറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ സ്വതന്ത്രമായ ചോയ്സിനെ നിങ്ങൾ റദ്ദാക്കാൻ ശ്രമിക്കുകയാണ്. അത് ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് ചേർന്നതല്ല എന്നുള്ളത് CPM മനസ്സിലാക്കേണ്ടതുണ്ട്. അത് എത്ര പോളിറ്റ് ബ്യൂറോ മെമ്പർമാർ വന്ന് പറഞ്ഞാലും സാധാരണ അത് വിനാശകരമായ ഒരു രാഷ്ട്രീയ നിലപാടായിട്ട് ഞാൻ കണക്കാക്കും.